ഹലോ ഫ്രണ്ട്സ്, നമുക്ക് കിട്ടിയിരിക്കുന്ന ലോഡ് പേപ്പർ റീലാണ്. അത് പത്തനംതിട്ട ഭാഗത്തോട്ടാണ് നമുക്ക് ലോഡ് ഇറക്കാൻ പോകുന്നത്. നമ്മളെ കണ്ടെയ്നറാണ് ഇപ്പോൾ എടുക്കുന്നത്. ബോട്ടിൽ എന്നത്തെയും പോലെ ഇന്നും അത്യാവശ്യം തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കുറച്ച് നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം നമുക്ക് കയറ്റാനുള്ള കണ്ടെയ്നറാണ് ഇപ്പോൾ എടുത്തുകൊണ്ട് വരുന്നത്. അപ്പം ലോഡൊക്കെ കയറ്റിയിട്ട് എന്തായാലും പുറത്ത് കിടക്കേണ്ടി വരും, കാരണം ബില്ല് ഇതുവരെയായിട്ടും വന്നിട്ടില്ല. അങ്ങനെ കണ്ടെയ്നറൊക്കെ കയറ്റാൻ വേണ്ടി കറക്റ്റ് ലെവലിൽ വണ്ടി പിടിച്ചു കൊടുത്തു. ലോഡ് കയറ്റി പുറത്ത് ഔട്ടടിച്ചിറങ്ങിയപ്പോഴത്തേനും ബില്ല് വന്നു. പിന്നെ ബില്ലൊക്കെ വാങ്ങി കുറച്ചു നേരം വഴിയിലൊക്കെ കിടന്നുറങ്ങി. അതിനുശേഷം നേരെ വെളുത്തു കമ്പനിയിലെത്തിയപ്പം ബില്ലൊക്കെ എൻട്രി ചെയ്ത് അതിനുശേഷം അവർ വണ്ടി അൺലോഡിംഗ് പോയിന്റിലോട്ട് പിടിക്കാൻ പറഞ്ഞു. നമുക്ക് അൺലോഡിംഗ് പോയിന്റ് അങ്ങേ മൂലയ്ക്കാണ് പിടിക്കേണ്ടത്. അത് നമ്മൾ വണ്ടി ഇവിടുന്ന് ഫുള്ള് ലെഫ്റ്റ് സൈഡ് ചേർന്ന് റിവേഴ്സ് പോകണം. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ചേർന്ന് വണ്ടി റിവേഴ്സ് പിടിക്കുന്ന ഇച്ചിരി റിസ്ക് ആണ്. ലെഫ്റ്റ് സൈഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മിററിൽ കൂടെ നോക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ കാണാൻ പറ്റുള്ളൂ. അതിനുശേഷം നമുക്ക് മിററിൽ കൂടെ നോക്കിയാലും കാണാൻ പറ്റില്ല. പിന്നെ അവിടെ മരങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ബിൽഡിങ്ങിൻ്റെ സൈഡ് വശം ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ വണ്ടി പിടിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ പരമാവധി ശ്രദ്ധിച്ചാണ് വണ്ടി റിവേഴ്സ് വെക്കേണ്ടത്. റൈറ്റ് സൈഡ് റിവേഴ്സ് വെക്കാനാണെങ്കിൽ നമുക്ക് ഫുള്ള് റൈറ്റ് സൈഡ് കാണാൻ പറ്റും. അപ്പം നമുക്ക് ഇവിടെ റൈറ്റ് സൈഡ് റിവേഴ്സ് വെക്കാനുള്ള ഓപ്ഷൻ ഇല്ല. നമുക്ക് നേരെ നമ്മൾ വണ്ടി നിർത്തിയതിന് ശേഷം നമുക്ക് ലെഫ്റ്റ് കണ്ട് റിവേഴ്സ് വരാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അതിനുശേഷം ഞാൻ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഞാൻ ഫ്രണ്ട് എടുത്ത് ഈ പ്രാവശ്യം കറക്റ്റായിട്ട് എന്തായാലും വണ്ടി കിട്ടി. നമ്മൾ റിവേഴ്സ് വെക്കുമ്പോൾ നമുക്ക് ബാക്ക് നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ, അഥവാ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു 3-4 പ്രാവശ്യം നമ്മൾ ഫ്രണ്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് റിവേഴ്സ് വെക്കാൻ പറ്റും. ഞാനിവിടെ ഒരു 2 പ്രാവശ്യമെങ്കിലും ഞാൻ ഫ്രണ്ട് എടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് തട്ടുന്ന ഉറപ്പുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഫ്രണ്ട് എടുക്കും. കാരണം നമ്മൾ ഫ്രണ്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് ലെവലിൽ വണ്ടി വീണ്ടും നമുക്ക് ഒന്നും കൂടെ മിററിൽ കൂടെ കാണാൻ പറ്റും. അപ്പം കറക്റ്റ് ലെവലിൽ നമുക്ക് പിടിക്കാൻ പറ്റും. വണ്ടി റാമിൻ്റെ അടുത്ത് എത്തിയതിന് ശേഷം നമ്മൾ തന്നെയാണ് ഡോറൊക്കെ കണ്ടെയ്നറിനെ തുറന്നു കൊടുക്കേണ്ടത്. അപ്പോൾ ലോഡ് ഇറക്കാൻ വേണ്ടി ആൾ എത്തിയിട്ടില്ല. അങ്ങനെ നമ്മൾ ഡോറ് തുറന്നു കൊടുത്തു. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു നമ്മുടെ ലോഡ് പേപ്പർ റീലാണ്. അപ്പോൾ ഇവിടുത്തെ റാമ്പ് ഹൈഡ്രോളിക്കിൻ്റെ റാമ്പാണ്. അപ്പോൾ അങ്ങനെ വണ്ടി പിടിച്ചു കൊടുക്കുന്ന സമയത്ത് ഞങ്ങളുടെ കമ്പനി വണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ ഡോറ് കാര്യങ്ങളൊക്കെ തുറന്നിടുക. എൻ്റെ വണ്ടി ലോഡിങ് കഴിഞ്ഞാൽ ഉടനെ അടുത്ത ഈ വണ്ടിയാണ്. ഇവിടെ ലോഡ് ഇറക്കുന്നത് ഫോർക്ക് ലിഫ്റ്റ് ഉപയോഗിച്ചാണ്. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു ഇത് ഹൈഡ്രോളിക്കിൻ്റെ റാമ്പാണ് എന്ന്. അപ്പോൾ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇവിടുത്തെ സ്റ്റാഫാണ്. റിമോട്ട് ഉപയോഗിച്ചാണ് ഈ റാമ്പ് ഹൈറ്റ് കൂട്ടുകയും ഹൈറ്റ് ഇതാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത് വണ്ടി കയറിയതിന് ശേഷം അത് റാമ്പ് ഹൈറ്റാക്കി കറക്റ്റ് കണ്ടെയ്നറിൻ്റെ ലെവലിലാക്കും. അതിനുശേഷം ഫോർക്ക് ലിഫ്റ്റ് അതിൻ്റെ ഉള്ളിൽ കയറി ലോഡ് എടുത്ത് നേരെ ആ റാമ്പിൽ കയറും. അതിനുശേഷം റിമോട്ട് ഉപയോഗിച്ച് കറക്റ്റ് ലെവലിൽ അത് താക്കും. അങ്ങനെയാണ് ഇവിടെ ലോഡ് ഇറക്കുന്നത്. ഫോർക്ക് ലിഫ്റ്റ് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ബീച്ചേട്ടനാണ്. എനിക്ക് ബീച്ചേട്ടനെ നേരത്തെ പോലെ പരിചയമുള്ള ആളാണ്. അപ്പം അങ്ങനെ നമ്മൾ ലോഡൊക്കെ ഇറക്കി റാമ്പയിൽ നിന്ന് വണ്ടി മാറ്റി നമ്മൾ റിസീവറൊക്കെ മേടിച്ച് നേരെ കമ്പനിയിൽ നിന്ന് നേരെ പുറത്തിറങ്ങി. അപ്പോൾ അതിനുശേഷം നേരെ MT കൊണ്ടെങ്കിൽ വല്ലാർപ്പാടത്ത് ഇറക്കണം. താങ്ക് യു.